രചന നാരായണൻകുട്ടി പുണ്യ പരിപാവനമായ ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെന്നോ ചെയ്ത ഒരു നൃത്തമാണിത്. അജിതാ ഹരേ എന്ന ഒരു കഥകളിപ്പദം ഉപയോഗിച്ച് അവർ ചെയ്യുന്ന അത്രയും അർപ്പണബോധത്തോടെയും ഭക്തിയോടും കൂടി നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിന് വല്ലാത്ത സന്തോഷമൊക്കെ നൽകുന്ന രീതിയിൽ ഒരു കളങ്കവുമില്ലാതെ ആണ് ആ രചന അവിടെ ആ നൃത്തം അവതരിപ്പിച്ചത്. ഒരുപാട് പേര് കൂടി നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഈ വീഡിയോ പറയുന്നത് ആ ഒരു വീഡിയോയ്ക്ക് അടിയിൽ വന്നിട്ടുള്ള കമൻസിൻ്റെ ഒരു ചിന്ത ആണ്. അതായത് അതിൽ ആ അടിയിൽ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ സിനിമകളില്ല, റീച്ച് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും, പിന്നെ വയറ് കാണുന്ന ഒരു സംഭവം, അതായത് ഇങ്ങനെയൊക്കെ അസഭ്യമായ രീതിയിലുള്ള പല കമൻസും കാണും. ശരിക്കും നോർമലായിട്ടൊന്ന് നിങ്ങൾ ഈ ഡാൻസ് കാണുമ്പോൾ, ഈ നൃത്തം കാണുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കി, അതിനെക്കുറിച്ചിട്ടൊരു കലാപരമായ രീതിയിൽ തന്നെ നമ്മൾ മനസ്സുകൊണ്ട് ആ ഒരു നൃത്തത്തെ കണ്ടാൽ എത്ര ഭംഗിയായിട്ടാണ് ആ രചന ആ പ്രോഗ്രാം അവിടെ അവതരിപ്പിക്കുന്നത്. അതായത് കൃഷ്ണനിൽ അങ്ങോട്ട് സർവവും സമർപ്പിച്ചിട്ട്, അതായത് ആ മുഖത്തിൻ്റെ, നമുക്ക് നൃത്തത്തെക്കുറിച്ചിട്ട് ആധികാരികമായി സംസാരിക്കാൻ അറിയില്ലെങ്കിലും കലാപരമായ കാര്യങ്ങൾ, കലയെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നമുക്കിതിൻ്റെ ഒരു ഏകദേശ ഭാവരൂപങ്ങളെക്കുറിച്ചിട്ടൊരു ധാരണയുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാവുമല്ലോ ആ ഒരാളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അത് എത്രത്തോളം ഹൃദയത്തിൽ കൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ രചന നാരായണൻകുട്ടീനെ കുറിച്ചിട്ട് പറയുമ്പോൾ നമ്മൾ ശരിക്കും നല്ലൊരു ആക്ടർ എന്നതിലുപരി നല്ലൊരു നർത്തകി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അതിനേക്കാൾ ഇദ്ദേഹം പൊതുസമൂഹത്തിൽ ഇറങ്ങുമ്പോഴായാലും മറ്റുള്ള ഏതെങ്കിലും പരിപാടികൾക്ക് പങ്കെടുക്കുമ്പോഴായാലും എപ്പോഴും മാന്യമായ വസ്ത്രധാരണത്തോടും മാന്യമായ രീതിയിൽ തന്നെ ഇടപെടലും ചെയ്യുന്ന ഒരു വളരെ നല്ല വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് തോന്നിയിട്ടുണ്ട്. പല തവണയും നേരിട്ടിട്ട് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പല സോഷ്യൽ മീഡിയ തന്നെ പല സ്ഥലത്തും കണ്ടപ്പോഴും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഒരു സ്ഥലത്തും ഒരു മോശമായൊരു വസ്ത്രധാരണത്തിലോ അല്ലെങ്കിൽ വേറെ ഒരു മോശമായ വാക്കുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പോസ്റ്റുകൾ ഇട്ടുകൊണ്ടോ ഒന്നും തന്നെ ഇദ്ദേഹം ഈ രചന എവിടെയും അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒന്നുമില്ല. പക്ഷേ എന്നാലും ഈ പുള്ളിക്കാരത്തിനെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ വേട്ടയാടപ്പെടുന്നതായി തോന്നിയിട്ടുണ്ട്. എന്തിനാണെന്ന് മനസ്സിലായില്ല. കഴിഞ്ഞ ദിവസം എവിടെ നടന്ന പ്രോഗ്രാമിൽ ഏതോ ഒരു കുട്ടിക്ക് എന്തോ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ കുമ്പിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലോ ഈ ഒരു ആംഗിളിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് വസ്ത്രധാരണ ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാണിക്കാൻ വേണ്ടി നടക്കുന്നു. ശരിക്കും അതൊക്കെ കാണുമ്പോൾ വളരെ വിഷമം തോന്നുന്നു. കാരണം ഇവരൊക്കെ നന്നായി, അതായത് പറയാം, നല്ല അച്ഛനും അമ്മയ്ക്കും ജനിച്ച് സമൂഹത്തിൽ നല്ല രീതിയിൽ തന്നെ നല്ല അന്തസ്സോടു കൂടി തന്നെ ജീവിക്കുന്ന, പ്രത്യേകിച്ച് നല്ല ദൈവഭക്തിയും ഭയവും ഒക്കെയുള്ള കൃഷ്ണനെ, ഭഗവാൻ ശ്രീകൃഷ്ണനെയൊക്കെ എന്താ പറയുക, ഹൃദയത്തിൽ ചേർത്ത് ജീവിക്കുന്ന ഒരു എന്താ പറയുക, കൃഷ്ണൻ്റെ പത്നിമാരിൽ ഒരാളെന്ന് അതുപോലെ തോന്നുന്ന ആ രീതിയിലൊക്കെയാണ് എപ്പോഴും കണ്ടിട്ടുള്ള അമ്പലനടയിലൊക്കെ പലപ്പോഴും. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ, ഈ ഒരു കമൻസും കാര്യങ്ങളും കണ്ടപ്പോൾ അത് വളരെ വിഷമം തോന്നി. നിങ്ങൾ തന്നെ ഈ പ്രോഗ്രാമൊക്കെ ഒന്ന് ഇങ്ങനെ കണ്ടു നോക്കും. എന്നിട്ട് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തും. നമ്മൾ എന്തിനാണ് നമ്മൾ പോലും അറിയാത്ത കാര്യങ്ങൾക്ക് മറ്റൊരാളെ പഴിചാരുന്നത്, മറ്റൊരാളുടെ ജീവിതത്തിൽ കയറിയിട്ട് അവരുടെ സ്വാതന്ത്ര്യത്തിലെ നമ്മൾ കൈകടത്തുന്നത്.